മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ അടുത്ത കാലത്ത് എറണാകുളത്തെ പ്രസിദ്ധമായ, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ എന്ന് പറയുന്നതിലും തെറ്റില്ല, ഒരു ക്രിസ്ത്യൻ വിമൻസ് കോളേജിലേക്ക് എന്നെ വിളിച്ചു. അവിടുത്തെ എൻ്റെ ക്ലാസ് നാളെയാണ്. ഇത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ അടുത്ത ദിവസം. ഞാൻ അവരോട് ചോദിച്ചത്, എന്നെ ഇത്രയും പ്രസിദ്ധമായ ഒരു ക്രിസ്ത്യൻ കോളേജിലെ 90ാം വാർഷികം നവതി ആഘോഷിക്കുന്ന വേളയിൽ ചീഫ് ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. അവർ പറഞ്ഞത്, സാറേ, ഇവിടെയുള്ള ഒത്തിരി അധ്യാപികമാർക്ക്, പ്രിൻസിപ്പാൾ ഉൾപ്പെടെ, സാറിനെ കുറിച്ച് നല്ലോണം അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാറിനെ ഞങ്ങൾ വിളിക്കണമെന്ന് തീരുമാനിച്ചതും സാറിൻ്റെ സൗകര്യമുള്ള ദിവസം സാറിൻ്റെ പ്രോഗ്രാം വെക്കണമെന്നും തീരുമാനിച്ചത്. എനിക്ക് എങ്ങനെ അവരോട് മറുപടി പറയേണ്ടത് അറിഞ്ഞൂടായിരുന്നു. അത്രയും ധന്യമായൊരു സന്ദേശം. ഞാനിത് ഈ ചെറിയൊരു സന്ദേശം കൊടുക്കുമ്പോൾ, നിങ്ങൾക്ക് തരുമ്പോൾ ഇത് ആദ്യം പറയാൻ കാരണം, നമ്മുടെ രാഷ്ട്രം 125 കോടി ജനതയുള്ള ഒരു രാഷ്ട്രം, ഈ രാഷ്ട്രത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ അവസരമുണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് സഹനാവവതു സഹനൗ പുനക്തു സഹവീര്യം കരവാവഹൈ എന്ന വലിയൊരു സന്ദേശം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ എത്ര ധന്യമായൊരു ജീവിതം നമുക്ക് ഭാരതത്തിന് വേണ്ടി സമർപ്പിക്കാൻ സാധിക്കും. ഭാരതീയ ജനത വിദേശത്ത് നിന്ന് വന്ന എല്ലാത്തിനെയും സ്വീകരിച്ചിട്ടുണ്ട്. 33 കോടി ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരു യഹോവയെയോ ഒരു യേശുക്രിസ്തുവിനെയോ ഒരു അള്ളാഹുവിനെയോ ഒരു കാബയോ അല്ലെങ്കിൽ ഒരു പ്രവാചകനെയോ അല്ലെങ്കിൽ ഇത്രയും ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബൈബിള് അല്ലെങ്കിൽ ഒരു ഖുറാൻ വെക്കാനൊന്നും നമുക്ക് ഒരു തരത്തിലുള്ള ദുഃഖവും ഭാരതീയർക്കുണ്ടായിട്ടില്ല. മാത്രമല്ല, ആനോ ഭദ്രാഹ ക്രതവോ എന്തു വിശ്വതഃ, നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിൽ എല്ലായിടത്തു നിന്നും നമ്മളിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ച വേദങ്ങളില് ഹൈന്ദവാഹ സമസ്താ സുഖിനോ ഭവന്തു എന്നല്ല പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഭാരതീയാഹ സമസ്താ സുഖിനോ ഭവന്തു എന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്നാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തില് ഏത് മതത്തില് പെട്ട വ്യക്തിക്കും ഏത് ചിന്താധാര വെച്ച് ജീവിക്കുന്ന വ്യക്തിക്കും ധന്യമായി ജീവിക്കാൻ അനവധി സഹസ്രാബ്ദങ്ങളായിട്ട് അനുവാദം തന്നിരിക്കുന്ന ഒരു രാഷ്ട്രത്തില് എൻ്റെ മതം മാത്രമാണ് ശരി, എൻ്റെ പുസ്തകം മാത്രമാണ് ശരി, എൻ്റെ ഈശ്വരസങ്കല്പം മാത്രമാണ് ശരി, എൻ്റെ വഴിയിലൂടെ വന്നാലേ സ്വർഗത്തിലേക്ക് പോവുള്ളൂ, എൻ്റെ വഴിയിലൂടെ അല്ലാതെ മറ്റുള്ളവരുടെ വഴിയിലൂടെ നിങ്ങൾ പോയാൽ നിങ്ങൾ നിത്യ നരകത്തിൽ അന്ത്യവിധി നാളിൽ പെടുമെന്നെല്ലാം പറഞ്ഞ് നമ്മളെ പാപികള് എന്ന രീതിയിൽ മുദ്രാവാക്യം വിളിപ്പിച്ച് പാപികളാണെന്ന് മുദ്രകുത്തി ആ പാപത്തിൽ നിന്ന് രക്ഷ നേടാൻ എൻ്റെ കൂടെ വരണം എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ വഴിയിലേക്ക് മറ്റെല്ലാവരെയും നയിച്ചാൽ എന്താ സംഭവിക്കുക? അവിടെ വാശിയും പകയും വിദ്വേഷവും എല്ലാം ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ശരിക്കും ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് വിവരിക്കുകയുണ്ടായി. അതിനെ കൺക്ലൂഡ് ചെയ്യുന്ന വേളയിലാണ് ഇത് പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. ധാരാളം മുസ്ലിം മുസ്ലിങ്ങൾ, ധാരാളം ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾ നമ്മുടെ പൈതൃകത്തിൻ്റെ നന്മകളെക്കുറിച്ച് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം വളരെ കുറവുള്ളവരും അന്ധമായിട്ട് അവനവൻ്റെ മതം മാത്രം ശരിയെന്ന് പഠിപ്പിച്ചത് മാത്രം കേട്ടവരും പലപ്പോഴും ഇതിനെ എതിർക്കാറുണ്ട്. എനിക്ക് ഏറ്റവും 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 അത്ഭുതം തോന്നി എന്ന് പറഞ്ഞത് പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ 7 ദിവസങ്ങളായിട്ട് ഞാൻ ഈ
അള്ളാഹു പറഞ്ഞതിനെക്കുറിച്ചും ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചും പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചും അത് കോട്ട് ചെയ്ത് ഇന്നത്തെ മുസ്ലിങ്ങൾ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചും ശരിക്കും വായിച്ച് മാതൃഭൂമിയിലെ റംസാൻ പേജിൽ തന്നിരിക്കുന്നത് വായിച്ചിട്ട് ഞാൻ വിവരിക്കേണ്ടായി. ആ വിവരിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു നല്ല വിഭാഗം മുസ്ലിം യുവാക്കൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്കീർ നായിക്കിന്റെയും MM അക്ബറിന്റെയും മറ്റ് പല മുസ്ലിം പണ്ഡിതന്മാര് എന്ന് പറയുന്നവരും അവര് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതിനെതിരെ ഞാൻ പ്രതികരിച്ചപ്പോൾ കുറച്ച് പേര്, ഒരു 3-4 പേര് ശക്തമായിട്ട് തിരിച്ചു പറയുകയുണ്ടായി. അവരെല്ലാവരും എൻ്റെ യൂട്യൂബ് കാണുന്നുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട് യൂട്യൂബ് ലെക്ചർ. പക്ഷേ ഈ മാതൃഭൂമിയിൽ റംസാൻ മാസത്തിൽ വന്നിരിക്കുന്ന ആ ലേഖനത്തെക്കുറിച്ച് കമന്ററി ആയിട്ട് ശക്തമായ ഭാഷയിൽ തന്നെ ഞാൻ വ്യാഖ്യാനം ചെയ്ത് വിവരിച്ചപ്പോൾ അതിനെതിരെ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, എനിക്ക് ഉറപ്പുണ്ട് അത് സത്യവും വസ്തുനിഷ്ഠവുമാണ് എന്ന ഒറ്റ കാരണം കൊണ്ടായിരിക്കണം ഇവർ പ്രതികരിക്കാതിരുന്നത്. എന്നാൽ നെഗറ്റീവായിട്ട് പ്രതികരിക്കാതിരുന്നത് 2-3 മുസ്ലിങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതി, ഇന്നല്ലെങ്കിൽ നാളെ ഇസ്ലാമിക സമൂഹം ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടി വരും എന്ന കുറേ അധികം മുസ്ലിങ്ങൾ, ഞാൻ കുറേ അധികം എന്ന് പറയുമ്പോൾ ഒരു 10 കമന്റ് വന്നതിൽ 2-3 കമന്റുകൾ, അതാണ് ഞാൻ കുറേ അധികം എന്ന് പറയുന്നത്. 1000കണക്കിന് കമന്റ് വരുമ്പോൾ അതിൽ 3 പേര് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമല്ല. പക്ഷെ 7-8 കമന്റുകളിൽ 2-3 കമന്റുകൾ മുസ്ലിങ്ങൾ വരുമ്പോൾ സാറ് പറഞ്ഞിരിക്കുന്നത് സത്യമാണ് എന്ന രീതിയിൽ എഴുതാൻ വരെ മുസ്ലിം യുവാക്കളെ, ഞാൻ മുസ്ലിം യുവാക്കൾ എന്ന് പറയുന്നത് ഇമെയിൽ അഡ്രസ്സിൽ മുസ്ലിമിന്റെ പേര് ഉള്ളത് കൊണ്ടാണ് മുസ്ലിം യുവാക്കൾ എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും ഹിന്ദു മുസ്ലിമിന്റെ പേരിട്ടിട്ട് എഴുതിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോ അവരത് സ്വീകരിക്കാൻ തയ്യാറാവുന്നുണ്ട്. ഞാൻ ഈ സംസ്കൃത വാര ആഘോഷത്തോടനുബന്ധിച്ച് സെന്റ് ജോസഫ് ബദനി സ്കൂളില് കുന്നംകുളത്ത് ക്ലാസ് എടുക്കാൻ പോവുകയുണ്ടായി. അവിടുത്തെ ഒരു വലിയ പ്രഗത്ഭനായിട്ടുള്ള അച്ഛനായിരുന്നു അധ്യക്ഷൻ. അവിടുത്തെ പ്രിൻസിപ്പാളായിരുന്നു സ്വാഗതം പറഞ്ഞത്. അദ്ദേഹം അച്ഛനാണ്. കന്യാസ്ത്രീകൾ ധാരാളം ഉണ്ടായിരുന്നു, എല്ലാ മതത്തിലുള്ള കുട്ടികളും ഉണ്ടായിരുന്നു. സത്യത്തില് 2 മണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിന്ന പരിപാടിയിൽ എല്ലാ മതത്തിലുള്ളവരും അത്രയും അച്ചടക്കത്തോടുകൂടി ഇരുന്നു എന്ന് മാത്രമല്ല, സംസ്കൃതം ഹിന്ദുക്കളുടേതാണെന്നും അത് സവർണ മേധാവിത്വം ഉറപ്പിക്കാനുള്ളതാണെന്നും അത് വേദഭാഷയാണെന്നും അത് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമാണെന്നും അത് RSSന്റെ ഹിഡൻ അജണ്ടയാണെന്നും എല്ലാം പറയുമെന്ന് ധരിച്ച് ആണ് ഞാൻ ക്ലാസ്സിലേക്ക് പോയത്. വലിയ സദസ്സ്, 1800 കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ ഒരാളും അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, വളരെ ഭംഗിയായിട്ട് എല്ലാവരും പോസിറ്റീവാണ് പറഞ്ഞത്. ഇന്നലെ വൈകുന്നേരം ഷാലോം എന്ന് പറയുന്ന TV ചാനലിൽ, ക്രിസ്ത്യൻ ചാനലാണ്, ആ ക്രിസ്ത്യൻ ചാനലിൽ 1/2 മണിക്കൂർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സംസ്കൃത കോളേജിലെ പ്രൊഫസർ സംസ്കൃതം എല്ലാവരും പഠിക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു വലിയ നിർദ്ദേശം കൊടുത്തതാണ്. ഒരു ക്രിസ്ത്യൻ ചാനലാണ്. അതിൽ സുവിശേഷവും പള്ളിപ്പാട്ടും പള്ളിക്കഥകളും യേശുക്രിസ്തുവിനെ മാത്രമേ ഉള്ളൂ, അഡ്വർടൈസ്മെന്റ് പോലും ഇല്ലാത്തൊരു ചാനലില് സംസ്കൃതം എല്ലാവരും പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് RSSകാരനായ ഉണ്ണികൃഷ്ണൻ, കയ്യിൽ രാഖി കെട്ടിയിട്ടുണ്ട്, കണ്ടാലറിയാം, RSSകാരനായ ഉണ്ണികൃഷ്ണൻ ആ ഭംഗിയായിട്ട് നന്നായിട്ട് വിവരിക്കുകയുണ്ടായി അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഒരു ക്രിസ്ത്യൻ ചാനലിൽ കൊടുക്കാം, അതേപോലെ നമ്മുടേതായിട്ടുള്ള നന്മകൾ ദുരുദ്ദേശമില്ലാതെ എടുക്കാം, അവരുടെ നന്മകളും എല്ലാവർക്കും ഒരേപോലെ പങ്കുവെക്കാനായിട്ട് എടുക്കാം. ഇങ്ങനെ നമുക്ക് സാധിച്ചാൽ ഇവിടെ തീവ്രവാദം ഉണ്ടാവുമോ? ഞാൻ വലിയൊരു കാര്യം ചെറിയൊരു ഉദാഹരണത്തിന് വേണ്ടി പറയാം. ഇപ്പൊ ഇവിടുത്തെ കാശ്മീർ എന്ന് പറയുന്ന ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, കുറച്ച് ക്രിസ്ത്യാനികളുണ്ട്. അത് മുസ്ലിങ്ങളുടെ മാത്രമാണെന്ന് പറഞ്ഞ് അവരുടെ സ്വത്താക്കി വെച്ചാൽ ആ സംസ്ഥാനം അനുഭവിക്കേണ്ടി വരുന്ന വേദന എത്രത്തോളം ആയിരിക്കും? തൊട്ടപ്പുറത്ത് ശത്രുരാജ്യമായ പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാൻ ഈ
കാശ്മീരിലെ മുസ്ലിങ്ങളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല. ഞാനിത് പറയാൻ കാരണം, നമ്മൾ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും നമ്മളുടെ നന്മകൾ എല്ലാം നമ്മൾ എടുക്കാൻ ശ്രമിക്കുകയും നമ്മളുടെ തിന്മകൾ അത് അന്ധവിശ്വാസത്തിലൂടെയോ അല്ലെങ്കിൽ മതഭ്രാന്തിലൂടെയോ ഉണ്ടാകുന്ന സൂപ്പർസ്റ്റിഷൻ ആൻഡ് ബിഗോട്ടറി എന്നാണ് വിവേകാനന്ദൻ പറയാ, ഇതിലൂടെ ഉണ്ടാകുന്ന തിന്മകൾ ഒന്ന് നല്ലവണ്ണം വിവേചിച്ചറിഞ്ഞ്, പലപ്പോഴും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകത, അവരുടെ മത നേതാക്കന്മാരിൽ ഭൂരിഭാഗത്തിനും വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. ഞാൻ കർദിനാൾ ബിഷപ്പ് ആ ലെവലിലുള്ളവരെ കുറിച്ച് പറയുകയല്ല, ഒരു മോഡേൺ ആയിട്ട് ശാസ്ത്രീയമായ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിമിലെ മത നേതാക്കന്മാർ. അപ്പൊ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തെ വിദ്യാഭ്യാസമില്ലാത്ത മത നേതാക്കൾ നയിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് തിരിച്ചറിയാൻ ഒരു പ്രശ്നമില്ല. കാരണം വിദ്യാഭ്യാസമില്ലാത്തവൻ വിദ്യാഭ്യാസമുള്ളവരെ അന്ധമായിട്ട് കയ്യും പിടിച്ചു കൊണ്ടുപോയാൽ ചെന്നെത്തുന്നതും എത്തിക്കുന്നതും തിന്മ നിറഞ്ഞ വഴിയിലൂടെ ആയിരിക്കും. വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം ഒന്നും നേടാൻ സാധിക്കില്ലെങ്കിലും വിവേകശക്തിയും ബുദ്ധിശക്തിയും കുറേയൊക്കെ വളർത്താൻ സാധിക്കും. ആ വളർത്താൻ സാധിക്കുന്നതിനെ തളർത്താൻ സാധിക്കും നേതൃത്വം തിന്മ നിറഞ്ഞതാണെങ്കിൽ. അപ്പോ നമ്മളുടെ പൈതൃകത്തിന്റെ എല്ലാ നന്മകളും എടുത്ത് ഈ അടുത്ത കാലത്ത് ഒരു കർദിനാള് മോഡിയെ കാണാൻ പോയി എന്തോ ഒരു പുരസ്കാരം, എന്തോ ഒരു മെമന്റോ ഒക്കെ കൊടുക്കുന്നതുണ്ട്. അതിനകത്ത് ഞാൻ വിമർശിക്കുകയുണ്ടായി. ആ വിമർശനം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, എന്നാലും അദ്ദേഹത്തിന് മോഡിയെ ചെന്ന് കാണണമെന്ന് തോന്നിയല്ലോ, ഹിഡൻ അജണ്ട എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോ കേരളത്തിലെ മന്ത്രിമാര് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളോ കേന്ദ്രം തടയുന്നു അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് സമരം നടത്തുന്നേ ഇല്ല. എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താ കുഴപ്പമെന്നുള്ള മനസ്സിലായിട്ടില്ല. സാധാരണഗതിയിൽ എന്നും 365 ദിവസവും കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം നടത്തിയിരുന്ന ഒരു കേരളത്തില് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും 100% എതിർപ്പുള്ള ഒരു പാർട്ടി കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ മുദ്രാവാക്യം ഇല്ല, അതിനെതിരെ സമരമില്ല. എന്താ കാരണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും എവിടെയെല്ലാമോ നമ്മൾ കുറേ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനും അക്കോമഡേറ്റ് ചെയ്യാനും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഏത് നന്മയും ആരിൽ നിന്നുണ്ടായാലും നമുക്ക് എടുക്കാം, നമുക്ക് സ്വീകരിക്കാം എന്ന ലെവലിലേക്ക് നമ്മളിപ്പോൾ വളരുകയാണോ എന്ന് എനിക്കൊരു തോന്നല്. കേരളമായാലും സൗത്ത് ഇന്ത്യ ആയാലും അത് ഭാരതം മുഴുവനായാലും നമ്മളുടെ രാഷ്ട്രീയ പാർട്ടിക്കാരായാലും, അതുപോലെ എനിക്ക് തോന്നിയ അത്ഭുതകരമായ ചെറിയൊരു കാര്യം, പാലിന്റെ വില കുത്തനെ കൂട്ടിയപ്പോഴും ഇലക്ട്രിസിറ്റിയുടെ ചാർജ് കൂട്ടിയപ്പോഴും ഒരു പ്രതിഷേധ സ്വരവും കേരളത്തിൽ ഒരിടത്തും ഒരു പത്രത്തിലും കണ്ടുമില്ല, കേട്ടുമില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, അപ്പോൾ എന്തിനും ഏതിനും പ്രതിഷേധിക്കുകയും എതിർക്കുകയും സമരം ചെയ്യുകയും കല്ലെറിയുകയും തിന്മകള് മുദ്രാവാക്യങ്ങളിലൂടെ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്ന ഒരു കേരളം അബ്രപ്റ്റ്ലി സ്റ്റാൻഡ് സ്റ്റില്ലായി. ഇപ്പൊ പ്രതിഷേധമില്ല. പ്രതിഷേധിക്കാനുള്ള ആൾക്കാരെ കിട്ടാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഇപ്പൊ പ്രതിഷേധമില്ല. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അതിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല. ഇത്രയും വില കൂടുതൽ നടക്കുമ്പോൾ നമ്മൾ ജനത കിടന്ന് ഉരുകുമ്പോൾ, വിലക്കയറ്റത്തിൽ ഉരുകുമ്പോൾ മിണ്ടാതിരിക്കുന്നത് ശരിയാണോ? അതിനെക്കുറിച്ചല്ല ഞാൻ കമന്റ് പറഞ്ഞത്. വേണ്ടതിനും വേണ്ടാത്തതിനും നല്ലതിനും ചീത്തയ്ക്കും കാലവും കാലപരിധിയും ഒന്നും നോക്കാതെ ഭയങ്കരമായി ആക്രോശിച്ചിരുന്നൊരു സമൂഹം ശാന്തമായി. ടോൾ പിരിവ് കുത്തനെ കൂട്ടി ഇപ്പൊ സമരമില്ല. എന്താ കാരണം? ഒരുപക്ഷെ വേണ്ടതിനും വേണ്ടാത്തതിനും സമരം ചെയ്ത് ഇപ്പൊ സമരം ചെയ്യാൻ ആൾക്കാരെ കിട്ടാത്തത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സമരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ജീവിക്കാനുള്ള വഴിയിലൂടെ ധന്യമായി മുമ്പോട്ട് പോകലാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം. ഈ ഒരു തോന്നല് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വന്നതുപോലെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നൊരു തോന്നല് മതവൃത്തങ്ങളിലും വന്നു വിചാരിക്കാം. മതം മാറ്റം തടഞ്ഞ് ആരും മാറ്റാതെ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് നബി തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വായിക്കുകയുണ്ടായി. മറ്റൊരുവന് അവന്റെ മതത്തിൽ നിൽക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, നീ അവനെ മതപരിവർത്തനം ചെയ്താൽ നീ ഘോരപാപമാണ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തു ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മാതൃഭൂമിയിൽ ഞാൻ വായിക്കുകയുണ്ടായി, നിങ്ങളോട് വിവരിക്കുകയുണ്ടായി.
അപ്പൊ യഥാർത്ഥത്തില് പൂർവിക ആചാര്യന്മാര് പറഞ്ഞതിന് എതിരായിരുന്നിരിക്കണം ഈ മതം മാറ്റവും ലവ് ജിഹാദും എല്ലാം നടന്നിരുന്നത്. അപ്പൊ അവര് പറഞ്ഞ വഴിയിലേക്ക് പോവുകയാണെങ്കിൽ, ആര് പറഞ്ഞതാണെങ്കിലും എല്ലാം ഒന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ആപ്ലിക്കബിൾ ഒന്നുമല്ല. എന്നാലും ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെടുത്ത് നന്മകളുമായി ചേർത്ത് തിന്മകളെ കളഞ്ഞ് തിന്മകളുടെ കുറവുകൾ പരിഹരിച്ച് നമുക്ക് ജീവിതത്തെ ഒന്ന് റീഡിഫൈൻ ചെയ്യാൻ സാധിച്ചാൽ, ഇത്രയും ദിവസം ഖുർആൻ സന്ദേശങ്ങൾ ഹിന്ദുക്കൾക്ക് എന്ന് പറഞ്ഞു കൊടുത്തതും, കുറേ കാലങ്ങൾക്ക് മുമ്പ് ബൈബിൾ സന്ദേശം ഹിന്ദുക്കൾക്ക് എന്ന് പറഞ്ഞു കൊടുത്തതും കേട്ടപ്പോഴും വായിച്ചപ്പോഴും ധാരാളം പേർക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു ചോദിക്കാൻ. ഒരേ തരത്തിലുള്ള ചോദ്യമായിരുന്നു. ഇനി ഹൈന്ദവ സന്ദേശങ്ങൾ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എന്ന് പറഞ്ഞ് സാറിന് കൊടുത്തുകൂടെയെന്ന്. ഹൈന്ദവ സന്ദേശങ്ങൾ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എന്ന് പറഞ്ഞു കൊടുത്തുകൂടെയെന്ന്. അത് അന്വേഷിച്ചു പോകുമ്പോൾ എൻ്റെ മുമ്പിലുള്ളൊരു വലിയ പ്രശ്നം, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാര്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് വിഷയങ്ങളിൽ ഇവിടെ എഴുതിയതുണ്ട്. ഒരു പുസ്തകമല്ല നമുക്കുള്ളത്, ഒരു ആചാര്യനല്ല നമുക്കുള്ളത്, ഒരു കാലഘട്ടത്തിൽ എഴുതിയ ഗ്രന്ഥമല്ല നമുക്കുള്ളത്. അപ്പൊ നമ്മളുടെ പ്രശ്നം ഇതെല്ലാത്തിൽ നിന്നും എടുത്ത് വിവരിക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജഗദീശ്വര നിയോഗം പോലെ സ്വാമി വിവേകാനന്ദന്റെ ഭാരതീയ പൈതൃകത്തിൽ നിന്നും മാത്രമെടുത്ത 10, 100, 200ഓളം കൊട്ടേഷൻസ് കിട്ടിയത്. അത് പുസ്തകമായിട്ട് തന്നെയാണ് കിട്ടിയത്. വിവേകാനന്ദ റോക്ക് മെമ്മോറിയല് അവര് പബ്ലിഷ് ചെയ്ത ഒരു ഡയറി ആയിട്ട് അതിൽ 365 ദിവസം 365 കൊട്ടേഷൻസാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ പൈതൃകത്തിൽ നിന്ന് മാത്രം, നമ്മുടെ വേദത്തിൽ നിന്ന്, നമ്മുടെ പുരാണത്തിൽ നിന്ന്, നമ്മുടെ ഉപനിഷത്തുകളിൽ നിന്ന്, നമ്മുടെ ദർശനങ്ങളിൽ നിന്ന്, നമ്മുടെ വീക്ഷണങ്ങളിൽ നിന്ന്, നമ്മുടെ ഋഷിമാരുടെ ജീവിതചര്യയിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും അതിൻ്റെ കുറേ കൊട്ടേഷൻസ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കണമെന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ അത് പ്രയോജനപ്പെടും. അത് കൊടുക്കുമ്പോഴും അതിനു മുമ്പ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ പൈതൃകത്തെയും അല്ലെങ്കിൽ സംസ്കാരത്തെയും മുമ്പിൽ നിർത്തിയിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ ഭാരതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ലോകത്തിൽ നിന്ന് ഭാരതം പഠിക്കാത്തത് നമ്മുടെ തത്വശാസ്ത്രവും സഹവർത്തിത്വവുമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫിലോസഫിയും നമ്മുടെ കൊളാബറേഷൻ, കോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അപ്രോച്ചും ഇന്നും ലോകം നമ്മളിൽ നിന്ന് പഠിച്ചിട്ടില്ല എന്ന് വിവേകാനന്ദൻ പറയുന്നു. അത്രയും ഗംഭീരമായിട്ടുള്ള അറിവുകളുള്ള ഒരു നാട്ടിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയ ക്രിസ്ത്യാനികൾ ആരും തന്നെ യെരുശലേമിൽ നിന്ന് വന്നവരല്ല. മുസ്ലിങ്ങൾ ഇവിടെയുള്ളവർ ആരും തന്നെ മെക്കയിൽ നിന്ന് വന്നവരുമല്ല. അവരിവിടെ ഹിന്ദുക്കളായിരുന്നവര് ഇപ്പോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ആയതാണ്. ഒന്നുകിൽ വാക്കിന്റെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ വാളിന്റെ ശക്തി കൊണ്ട്, ഐദർ ത്രൂ ദ പവർ ഓഫ് വേർഡ്സ് ഓർ ത്രൂ ദ പവർ ഓഫ് സ്വേർഡ്. ഇത്രയേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഓർമ്മിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ രാഷ്ട്രം, നമ്മുടെ സംസ്കാരം, നമ്മുടെ ജീവിത മൂല്യങ്ങൾ ധന്യമാക്കാൻ നമുക്ക് ഏത് ഗ്രന്ഥത്തിലെയും നന്മകൾ എടുത്ത് അതാണ് അവസാനത്തെ വാക്ക് എന്ന് പറയാതെ അവസാനത്തെ വാക്കിലേക്കുള്ള പ്രയാണത്തിലേക്കായിട്ട് ഇതെല്ലാം ഉപയോഗിച്ച് ആധുനികമായ നന്മകളുടെ കൂട്ടത്തിൽ പുരാതനമായ നന്മകളും ചേർക്കാൻ ഭാരതത്തിൽ ധാരാളമുള്ളത് ചേർത്ത് ധന്യമായൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിച്ചാൽ, നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് സാധിച്ചാൽ, സന്തോഷിക്കാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും നമ്മൾ തന്നെ നമുക്ക് അനുഗ്രഹമുണ്ടാക്കുന്നു എന്ന രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ധന്യമായ ഈ സന്ദേശം കുറേ കാലമായി ഇതെല്ലാം കൊടുത്തുകൊണ്ട് വരുന്നു. 550 സന്ദേശങ്ങൾ മലയാളത്തിലും 300 സന്ദേശങ്ങൾ ഇംഗ്ലീഷിലും, ഇതുകൂടാതെ പബ്ലിക് സ്പീച്ച് 1000-ലധികം മണിക്കൂറും അപ്ലോഡ് ചെയ്തത് യൂട്യൂബിലുണ്ട്. നിങ്ങൾ അതിൻ്റെ ലിങ്ക് വർത്താണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് നമ്മുടെ പൈതൃകം പഠിക്കുക. ഞാൻ പറഞ്ഞത് സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്വീകരിക്കാൻ യോഗ്യതയുള്ളതാണെങ്കിൽ സ്വീകരിക്കുക, സ്വീകരിക്കാൻ യോഗ്യതയില്ലാത്തത് തിരസ്കരിക്കാം. എല്ലാ നന്മകളിലും കുറേയൊക്കെ തിന്മകളുണ്ട്, എല്ലാ തിന്മകളിലും കുറേയൊക്കെ നന്മകളുമുണ്ട്. എല്ലാ ചീത്ത വ്യക്തികളിലും കുറേ നല്ലതുണ്ടാവും, എല്ലാ നല്ല വ്യക്തികളിലും കുറേയൊക്കെ ചീത്തയുണ്ടാവുമെന്നും അറിഞ്ഞുകൊണ്ട് ധന്യമായി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.